ലൂക്കയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ആഭാലാൽ. കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു കഥ കേൾക്കൂ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുസ്തക പൂമഴ എന്ന പരമ്പരയിൽ പ്രസിദ്ധീകരിച്ച മന്ദാരക്കിളി എന്ന കഥയാണ് ഇത്. ഈ കഥ എഴുതിയത് ഡോക്ടർ TP കലാധരനാണ്. കഥയ്ക്ക് ശബ്ദം നൽകിയത് V ചന്ദ്രബാബു. ഒരില ചെറുകാറ്റിൽ പറന്നു വന്ന് മണിക്കുട്ടിയുടെ മടിയിൽ വീണു. ഒരു മന്ദാര ഇല. അവളത് തിരിച്ചും മറിച്ചും നോക്കി. ചിറകുകൾ പോലുണ്ട്. മണിക്കുട്ടി അതിന്റെ ചിത്രം വരച്ചു. ചിറകുള്ള ഇലയ്ക്ക് തലയും വാലും വരച്ചാലോ? ആ കിളിയുടെ ചിത്രം അസ്സലായിട്ടുണ്ട്. അവൾ മെല്ലെ വിളിച്ചു, മന്ദാരക്കിളി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ചിറകടിച്ച് ചിലച്ചുകൊണ്ട് മന്ദാരക്കിളി അകലേക്ക് പറന്നുപോയി. മന്ദാരക്കിളിക്കൊരാശ, കൂട് കെട്ടണം. വാഴയോട് ചോദിച്ചാലോ? വാഴേ വാഴേ, ഞാനേ ഒരു കൂട് കെട്ടിക്കോട്ടെ? ഏയ്, അത് ശരിയാവില്ല. വാഴ പറഞ്ഞു. നീ വല്ല മരത്തിന്റെ അടുത്ത് ചെല്ല്, ഉയരമുള്ള മരത്തോട് ചോദിക്ക്. വാഴ പറഞ്ഞു. വിഷമത്തോടെ മന്ദാരക്കിളി പറന്നുപോയി. ദൂരെ ഉയരമുള്ള ഒരു മരം. അവൾ അടുത്ത് ചെന്നു. ചുറ്റിപ്പറന്നു. തരക്കേടില്ല. ഇതെന്താ ഒരു ബോർഡ്? അന്യർക്ക് പ്രവേശനമില്ല. ഇനി എന്ത് ചെയ്യും? എന്നാലും ചോദിക്കാം. മരമേ മരമേ, എനിക്കൊരു കൂട് കെട്ടണം. ഏയ്, അത് ശരിയാവില്ല. മരം പറഞ്ഞു. അതെന്താ? നോക്ക്, ഇപ്പൊ തന്നെ ഒത്തിരി പേരായി. ഇനിയും ആരും വേണ്ട. അതിനിവിടെ ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. നീ സൂക്ഷിച്ചു നോക്ക്, എന്റെ വേരു മുതൽ മേലോട്ട്. മരം പറഞ്ഞു. സംഗതി സത്യം. നിറയെ താമസക്കാരുണ്ട്. മരമേ മരമേ, ഞാൻ നല്ല പാട്ട് പാടിത്തരാം. എന്നും നിനക്ക് പാട്ട് കേട്ടുണരാം. ഞാനും കൂടി കൂട് വെച്ചോട്ടെ? അവൾ കെഞ്ചി. ഒരു മറുപടിയും ഉണ്ടായില്ല. മരമേ മരമേ, നിന്റെ ഇല തിന്നുന്ന പുഴുക്കളെ ഞാൻ കൊത്തിയെടുക്കാം. ഞാനൊരു കൂട് വെച്ചോട്ടെ? ഒടുവിൽ മരം സമ്മതിച്ചു. സന്തോഷത്തോടെ മന്ദാരക്കിളി ചിറകടിച്ച് ചിലച്ച് പറന്നുപോയി. എന്തിനെന്നോ? കൂടുകൂട്ടാൻ ചുള്ളിക്കമ്പുകൾ വേണം. പലയിടത്തും അന്വേഷിച്ചു. 1-2 കിട്ടി. ഇതുപോരല്ലോ. നിരാശയോടെ അവൾ മടങ്ങി. സങ്കടം മുറ്റിയ ഒരു പാട്ട് മൂളി. മരം അത് കേട്ടു. ഓ, മന്ദാരക്കിളിയുടെ പാട്ടാണല്ലോ. എന്തു പറ്റി? മരം കാര്യം തിരക്കി. കാര്യമറിഞ്ഞപ്പോൾ ചില്ലകൾ ഇളക്കി മരം ഒരു ചാഞ്ചാട്ടം. തുരുതുരാന്ന് ചുള്ളികൾ അടരുകയായി. ചുള്ളിമഴ. കിളിക്ക് സന്തോഷമായി. ഇപ്പോൾ മന്ദാരക്കിളിയുടെ കൂട്ടിൽ 3 മുട്ടകളുണ്ട്. മന്ദാരപ്പൂവിന്റെ നിറമുള്ള മുട്ടകൾ. ഒരു ദിവസം മന്ദാരക്കിളി പുറത്തുപോയ സമയം ആരോ മരച്ചുവട്ടിൽ പതിയെ പതിയെ മേലോട്ട് കയറുന്നു. ആരാണത്? മരം താഴേക്ക് നോക്കി. ചുറ്റി വളഞ്ഞ് ഇഴഞ്ഞു കയറുകയാണ് ഒരു കൂറ്റൻ പെരുമ്പാമ്പ്. ദേഹം നിറയെ വലിയ പുള്ളികൾ. ആപത്താണ്. കിളിമുട്ടകളെ രക്ഷിച്ചേ പറ്റൂ. എന്തു ചെയ്യും? മരം ആലോചിച്ചു. പെട്ടെന്ന് മരം വളരാൻ തുടങ്ങി. കൂടുള്ള ചില്ല കൂടുതൽ ഉയരത്തിലേക്ക്. പെരുമ്പാമ്പിന് സംഗതി പിടികിട്ടി. എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നു. അതിനും വാശിയായി.
കൂടുതൽ ശക്തിയോടെ പാമ്പ് മേലോട്ട് കയറുകയാണ്. കൂടുതൽ വേഗത്തിൽ മരം ഉയരത്തിലേക്ക് വളരുകയാണ്. മന്ദാരക്കിളി മടങ്ങി വന്നു. എന്റെ പുന്നാര മുട്ടകൾ എവിടെ? എന്റെ കിന്നാര കൂടെവിടെ? അവൾ മേലേക്ക് നോക്കി. നോക്കെത്താ ഉയരത്തിൽ ഒരു ചെറു പൊട്ടുപോലെ മരത്തലപ്പ്. ഇത്ര ഉയരത്തിൽ എങ്ങനെ ഞാൻ പറന്നെത്തും? അവൾക്ക് സങ്കടമായി. മരത്തിനും വിഷമമായി. എനിക്ക് വളരാനല്ലാതെ ചുരുങ്ങാനാവില്ലല്ലോ മന്ദാരക്കിളി. എങ്ങനെ ഞാൻ നിന്റെ മുട്ടകൾ മടക്കിത്തരും? എന്തു ചെയ്യും? അപ്പോൾ ഒരു കാറ്റ് വീശി. ശക്തിയുള്ള കാറ്റ്. കിളിക്കൂടിളകി. കാറ്റ് കിളിക്കൂടിനെ പതിയെ താങ്ങിയെടുത്തു. വട്ടം ചുറ്റി താഴേക്ക്. കാറ്റ് വേഗം കുറച്ച് കിളിക്കൂട് പതിയെ താലോലമാടി താഴേക്ക്. ഒടുവിൽ കേടൊന്നും പറ്റാതെ, ഒരു മുട്ടയുമുടയാതെ, ഒരു ചെറു ചില്ലയിൽ കാറ്റ് കിളിക്കൂടിനെ ഇറക്കി വെച്ചു. മന്ദാരക്കിളിക്കുഞ്ഞുങ്ങളുടെ പാട്ട് കേട്ടാണ് പിറ്റേ ദിവസം മന്ദാരപ്പൂക്കൾ വിടർന്നത്, മണിക്കുട്ടി ഉണർന്നതും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുസ്തക പൂമഴ എന്ന പരമ്പരയിൽ പ്രസിദ്ധീകരിച്ച മന്ദാരക്കിളി എന്ന കഥയാണ് നിങ്ങൾ കേട്ടത്. ഡോക്ടർ ടി.പി. കലാധരൻ എഴുതിയ ഈ കഥ പറഞ്ഞു തന്നത് വി. ചന്ദ്രബാബു. ഇതുപോലുള്ള കഥകളുമായി വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം ആഭാലാൽ.